സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വാന്തന, അപ്പോൾ വീണ്ടും മഴ വരുന്നു, മഴ കനക്കുന്നു. ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്ന അലർട്ടുകൾ പ്രകാരം വരുന്ന 3 ദിവസത്തേക്ക് ഇന്നും നാളെയും മറ്റന്നാളും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്നത്തെ അലർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്, മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന്. നാളെയും മറ്റന്നാളും ഇത്തരത്തിൽ മഴയുണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും അത് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. നാളെ ഇപ്പോൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ആ ജില്ലകളിലൊക്കെ ആയിരിക്കും മഴ കൂടുതലായി ഉണ്ടാകുക എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കാറ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ എന്തായാലും കാറ്റ് ശക്തമായി വീശാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി ഇപ്പോൾ എന്തായാലും കേരളത്തിലേക്ക് ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് മഴ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂനമർദ്ദ പാത്തിയും ഈ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ടാണ് എന്തായാലും മഴയായിരിക്കും എന്നുള്ളൊരു കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ ഈ കാറ്റിന്റെ ഒരു സ്വാധീനം കൊണ്ട് ചിലയിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, വൈദ്യുതി പ്രതിസന്ധിയൊക്കെ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു മഴ ഉണ്ടാകുമോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും വരുന്ന ഒരു 2-3 ദിവസത്തേക്ക് എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ. ശരി സ്വാന്തന, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളില്ല. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തൃശ്ശൂരിൽ കനത്ത മഴ പ്രതീക്ഷിക്കണം. അവിടെ ഓറഞ്ച് അലേർട്ടാണ്.